ബാബുരാജ്. നമസ്കാരം. ഹായ്. അയ്യോ, എന്തൊരു പാവല്ലേ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിരിക്കുന്ന ബാബുരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടുത്തോട്ട് വരാൻ പേടിയായിരിക്കും. ഇപ്പൊ പണ്ടെല്ലാം കുട്ടികളൊക്കെ, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ബാബുരാജ് ഒരു കൂട്ടോ പിടിച്ചോണ്ട് പോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 25 വയസ്സൊക്കെ ആയ ആൾക്കാർക്കൊക്കെ വളർന്നിട്ടുണ്ടാവും അവര്. അവര് അത് എന്റെ പേരൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ ഭക്ഷണം കോക്കാച്ചി വരും എന്നൊക്കെ പറയുന്ന പോലെ ബാബുരാജ് വരും. ബാബുരാജിന് കൊടുക്കും, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോ നല്ല പേര് കിട്ടി തുടങ്ങി. സോ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന മൂവിയാണ് ഇപ്പോൾ ബാബുരാജ് എൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു മെയിൻ റീസൺ. അപ്പം അതിനകത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സാധാരണ ചെറുപ്പക്കാരുടെ പ്രണയമാണ് നമ്മൾ പറയുക, പക്ഷെ ഇതിനകത്ത് ചെറുപ്പക്കാരുടെ പ്രണയവും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വേറെ രണ്ട് പ്രണയങ്ങളുണ്ട്. പ്രായമുള്ള ഒരാളുടെ പ്രണയമുണ്ട്. ഈ പ്രായമുള്ള ആളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പ്രായമുള്ള ഒരു 40 വയസ്സുകാരൻ്റെ പ്രണയമാണ് യഥാർത്ഥത്തിൽ പ്രണയം. കാരണം മറ്റേത് നമ്മൾ വീട്ടിൽ അപ്പനമ്മയുടെ കാശിലാണ് പ്രണയിക്കണേ, അല്ലേ? 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം പറയുന്നതിൽ നമ്മുടെ സ്വന്തം കാശിൽ, അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ. ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ പറയുന്ന ഒരു ഏജിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും പ്രണയം എങ്ങനെ? എനിക്ക് എല്ലാ ഏജിലേക്കൂടെ പ്രണയിക്കണമെന്നുണ്ട് ഇപ്പോഴും. കാരണം ഞങ്ങൾ മറായസിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ പ്രണയിക്കാൻ പറ്റിയില്ല, സത്യം പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ രാഷ്ട്രീയമൊക്കെ ആയതുകൊണ്ട് അധികം കോളേജിലുണ്ടായില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സമയം ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ലോ കോളേജിൽ വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു പരിപാടി. അതുകൊണ്ട് അതൊക്കെ ഇപ്പം നമുക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് അതിനൊക്കെ കോമ്പൻസേറ്റ് മഹാരാജസിലൊക്കെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് വരുന്ന പിള്ളേരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ നോട്ടോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് നമ്മൾ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടി വേറെ ആരോ സ്വന്തമായിട്ടുണ്ടാവും. അപ്പോൾ ആ നഷ്ടങ്ങൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് നമ്മളിപ്പോഴും പ്രണയത്തിലൂടെ ഇങ്ങനെ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. അതെ. അപ്പൊ ഈ ഒരു പ്രണയത്തെ പറ്റി ഇത്രയും ധാരണയുള്ള ഒരാളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ലിറ്റിൽ ഹാർട്ട്സ് മൂവിക്ക് വേണ്ടിയിട്ടുള്ള? ലിറ്റിൽ ഹാർട്ട് വന്നപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് സാന്ദ്ര പറഞ്ഞു, ചേട്ടാ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രണയത്തിൻ്റെ ഒരു സോങ് നമുക്ക് കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ആദ്യമേ തന്നെ ഒരു ട്യൂണാണ് വന്നത്. ആ സംഭവം ട്യൂണായിരുന്നു, ലിറിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് വന്നപ്പോൾ നന്നായത് കൈലാഷ് നന്നായിട്ട് ചെയ്തിരുന്നു, മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് സോങ് ആക്കാന്ന് പറഞ്ഞിട്ട് അത് ഒരു 1 മിനിറ്റുള്ള സോങ് ആക്കി. അപ്പോൾ 1 മിനിറ്റുള്ളപ്പോൾ പറഞ്ഞു ഇത് പോരാ, ഇതിന് നമുക്ക് എക്സ്റ്റൻഷൻ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്ന സാധനമാണത്. അങ്ങനെ പിന്നെ ഈ പറയണ പോലെ ബസ്സിലുള്ള ഇതൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഒരു കറക്റ്റ് സെറ്റായി. അതിനകത്ത് രമ്യ എൻ്റെ കൂടെ അഭിനയിച്ച അവരുടെയും കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്. പിന്നെ അതിനകത്ത് യാത്ര ചെയ്ത യാത്രക്കാരുടെയൊക്കെ ആ ഒരു നരച്ച മുടിയുള്ളൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കഥ ഭയങ്കര രസം. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാലത്ത് കിട്ടാണ്ടായിട്ട് ഈ ചേച്ചിനെ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച് കയറ്റിയിരുത്തിയതാ. ഞാൻ കണ്ടപ്പോൾ ഞാൻ സാന്ദ്ര ആ ചേച്ചി നല്ല രസമുണ്ട്, നല്ല അപ്പിയറൻസാന്ന് പറഞ്ഞു. അപ്പോൾ ആ സോങ് വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഇങ്ങനെ മാറി തരുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ദൂരം കമൻസാന്നറിയാമോ, അവരാണ് ഞങ്ങളുടെ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മനസ്സായിരുന്നു. അടിപൊളി. ഈ ഗുണ്ടയായിട്ട് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു മെയിനായിട്ടൊരു വില്ലൻ ഉണ്ടാവും, അങ്ങേർക്ക് വേണ്ടി ഇടിക്കാൻ നടക്കുന്ന ഒരാളായിട്ടായിരിക്കും കൂടുതലും അഭിനയിച്ചിട്ടുണ്ടാവും. എനിക്ക് 94 തുടങ്ങിയതാണ് നമ്മുടെ ജേർണി. ഞാൻ പറയാം, അതായത് മിക്കവാറും ഞാൻ ഈ രാജംബി ദേവേട്ടന്റെ മകനോ അല്ലെങ്കിൽ രാജംബി ദേവേട്ടന്റെ ഗുണ്ടയോ അല്ലെങ്കിൽ സിദ്ദിഖയുടെ ഇതാവോ അങ്ങനെയൊക്കെയാണ് മിക്കവാറും, അല്ലെങ്കിൽ നരേന്ദ്ര പ്രസാദിന്റെ. ഇവന്മാരൊക്കെ ഭയങ്കര, രാജാണ്ടൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞു. ഒരു ആവശ്യമില്ല ഈ ഹീറോനെ പോയി വെല്ലുപിടിക്കേണ്ടത്, മറ്റത് മറിച്ചത് കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ബാബു എന്നൊരു വിളി, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്താ വിളിക്കും. അപ്പം നമ്മൾ ഇയാൾ ഡയലോഗ് കൂടുതൽ നമ്മളൊരു ദൈവമേ ഇടി ഇത്രയും കൂടാം, ഡയലോഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇടി കൂടുമല്ലോ. സിനിമ കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. എപ്പോഴും ഹീറോയിനെ വന്നിട്ട് ഇപ്പോൾ ഇവർ വെല്ലുവിളിക്കുന്നു, അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പുറകിലേക്ക് ഉണ്ടാവും. ഫസ്റ്റ് ഒരു ഇതിനകത്ത് ഈ വെല്ലുവിളിച്ച ആളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടി മുഴുവൻ കൊള്ളേണ്ടത് നമ്മളാണ്. ഇപ്പം ഇന്നലെ ഞങ്ങൾ ലാലേട്ടനെ കാണാൻ വേണ്ടി മറ്റേ തൊടുപുഴ പോകുമ്പോൾ ഞാൻ നിറച്ചിങ്ങനെ മീനിൻ്റെ ബോക്സിന് അട്ടിയിട്ട് വെച്ചിരിക്കുന്നു ആ മൂവാറ്റുപുഴ ചെല്ലുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ സിദ്ദിഖ് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്താടാ ഞാൻ പറയും, ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പണ്ട് എല്ലാ ഇടിയിലും ഇതാണ് കൊണ്ടുവയ്ക്കുന്നത്, മാർക്കറ്റിലൊക്കെ പോയി അതിൻ്റെ മേലേക്ക് ഇടിച്ചും കിട്ടി വീണ് ആ ബോക്സൊക്കെ തെറിച്ച് ഐസും മീൻ ഈ പെട്ടിയും കണ്ടാൽ എനിക്ക് അപ്പോൾ ടെൻഷനാണ്. ഇപ്പൊ ഗുണ്ടകളാവുമ്പത്തേക്ക് ഇടി മാത്രമേ ഉള്ളൂ, നമുക്ക് പലപ്പോഴും ഡയലോഗ് ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഏതാണ്ട് എത്ര സിനിമകളിൽ വരെ താങ്കൾ ഡയലോഗ് ഇല്ലാണ്ട്? ഞാൻ എത്ര സിനിമകളല്ല, ഞാൻ വർഷങ്ങളോളം ഊമയായിരുന്നു. ഞാൻ 1994 ഭീഷ്മാചാര്യർ എന്ന് പറഞ്ഞ പടം അതിലാ തുടങ്ങിയത്. അതില് സാർ അടുക്കരുത് എന്നുള്ള ഡയലോഗ് മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ അതിനുശേഷം എത്രയോ നിശബ്ദ പടങ്ങള്, അതിൻ്റെ ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ആരോ മമ്മൂക്കോട് പറയാണ്, എനിക്ക് ബിജു മേനോനാണെന്ന് തോന്നുന്നു, എനിക്ക് മറ്റേ കമൽ സാറ് ചെയ്ത പോലെ
ഡയലോഗ് ഇല്ലാത്തൊരു പടം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അബൂ സലീമും ഞാനോടും പുറകിലിരുന്ന് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട്, അബൂ സലീമും ഞാനും. അപ്പോൾ നമുക്ക് ചോദിച്ചാൽ എന്താടാ, അല്ല ഞങ്ങൾക്ക് ഈ ആഗ്രഹം തന്നെ, ഞങ്ങൾ എത്രയോ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞേക്കണത്, 15 വർഷമായിട്ട് ഡയലോഗ് ഇല്ലാത്ത പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ അന്ന് ഈ ഒന്നാമത്തെ ഈ ഫിലിം ഫോർമാറ്റ് ആയതുകൊണ്ട് ഡയലോഗൊന്നും അങ്ങനെ കൊടുക്കില്ല. കാരണം തെറ്റിച്ച് കഴിഞ്ഞാൽ റീടേക്ക് വീണ്ടും പോകണമല്ലോ. അപ്പോൾ അത് പറഞ്ഞ് പരിചയമുള്ളവനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്തൊരു രസമുണ്ട്. ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ഈ അബൂ സലീമും ഞാനും കൂടി ആണ് അതിനകത്ത് മെയിൻ ഗുണ്ടകൾ രണ്ടുപേര്. ബാബുവേനയുടെ പടമാണ്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ തന്നെ ആരാണ് വലിയ ആൾ എന്നുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ സിനിമയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ. അപ്പോൾ സ്റ്റിയറിംഗ് വണ്ടി ഓടിക്കണവനാണ് ഞങ്ങൾ ടോപ്പെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കണവൻ കൈ കൊണ്ട് കാണിക്കും വണ്ടി എടുക്കണവൻ, അതായത് ഞാനാ ടോപ്പെന്ന്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള അംഗം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ അപ്പോൾ കൈ എടുക്കുമ്പോൾ ഓടിക്കണവൻ നിൽക്കുക, ഞാൻ എടുക്കാന്നൊക്കെ പറഞ്ഞ കൗണ്ടറാണ് വെറുതെ. ഇതൊക്കെ കാരണം ഇതിൽ ആദരാണെന്ന്. അപ്പോൾ ഇവർ ചോദിച്ചു, ഇത് നിങ്ങൾ തമ്മിൽ അവിടെ എന്താ പ്രശ്നം? ആക്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൂടാ. അല്ല സാർ, ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക, അഭിനയിക്കണമല്ലോ സാർ. അങ്ങനെ നടക്കുമ്പോൾ അബൂ സലീം വന്ന് പോലീസിലാണ്. അപ്പോൾ അബു എന്താണ്ട് ലീവില്ലാണ്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം അപ്പോൾ ഞാൻ അബുവിനോട് പറഞ്ഞു, അബു ഞാനെന്തായാലും വയറ് നിറച്ച് ഡയലോഗ് പറഞ്ഞടാ. ഡയലോഗ് കിട്ടി എനിക്ക്. പിന്നെ എന്തോരം ഡയലോഗായിരുന്നു എന്ന് പറഞ്ഞു. അബുവേ ഓടി ചെന്നിട്ട് അനിൽ ബാബുൻ, സാർ കഷ്ടമായി പോയി സാർ, ഞാൻ പോയ സമയത്ത് ബാബുരാൻ ഡയലോഗ് കൊടുത്ത് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ അനിൽ സാർ, ബാബു വന്നേ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞ ഡയലോഗ്? സാറേ ആ മറ്റേ ബാബുവിനെ ഇടിച്ചപ്പോൾ ഞാൻ അയ്യോ എന്നുള്ള സാധനം ക്ലോസ് ആയിട്ട് എടുത്തില്ലേ സാറേ, അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അയ്യോ എന്നുള്ള സാധനത്തിന് ക്ലോസ് ഡയലോഗ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അതെ അതെ, ഇപ്പൊ അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ 15 കൊല്ലമാണ് പോയത്. ഞാൻ 94 തുടങ്ങിയിട്ട് ഞാൻ 2011 ഈ ഇത് ചെയ്യണേ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പൊ സോൾട്ട് ആൻഡ് പേപ്പർ മുതലാണോ നമ്മൾ ശരിക്കും മിണ്ടി തുടങ്ങിയത്? അല്ല, മിണ്ടിയത് ഞാൻ അതിന് മുമ്പ് മിണ്ടി തുടങ്ങി. ഞാൻ പ്രജയിലൊക്കെ മിണ്ടി തുടങ്ങി. പ്രജയില് ഭയങ്കര രസമുള്ളത്. പ്രജ എന്ന് പറയുന്ന പടത്തിൽ ഞാൻ ഈ പറഞ്ഞ പടം പോലെ ഇപ്പോൾ ജോഷി സാറിന് എന്തോ എന്നോട് സ്നേഹം തോന്നിയിട്ട് 7 ആർട്സ് മോഹനോട് അയാളെ വിളിക്കുമെന്ന് പറഞ്ഞു. വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗുണ്ട SI ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ നോക്കും മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം ഡ്രസ്സില്ല. ഇനി അതിനേക്കാളും താഴെ വേഷമാണോ ദൈവം, വന്നത് അബദ്ധമായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു വലിയ ഡ്രസ്സ് വന്നേക്കണം, കംപ്ലീറ്റ് സ്റ്റാറും ക്രോസും മറ്റതും മറിച്ചൊക്കെ ആയിട്ട്. എനിക്ക് നേട്ടൊക്കെ നോക്കി അല്ല, അപ്പോഴും ഞാൻ പറയുന്നത് ഇനി ഇതിട്ടിടിയുള്ളൂ മാത്രമേ ഉള്ളൂ. നോക്കുമ്പോൾ രഞ്ജി പണിക്കരേട്ടന് എഴുതിയ ഒരു 5 പേജ് ഡയലോഗ് ഇതെനിക്കോ. അപ്പം അത് രസം എന്ന് വെച്ചാൽ ഈ ഡയലോഗ് ഇങ്ങനെ ഓരോരുത്തർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനീഫൊക്കെ വായിക്കുന്നു, അവർ വായിക്കുന്നു, ഇവർ വായിക്കുന്നു. അപ്പോൾ എല്ലാവരും വായിക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങി തിരഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നിത് സ്ക്രിപ്റ്റ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ പേര് നോക്കിയപ്പോൾ ഈ പേരിലുള്ളവൻ്റെ ആണല്ലോ ഈ ഡയലോഗ് മൊത്തം. എൻ്റെ അമ്മയെ 4 പേജ് 5 പേജ് ഡയലോഗ്. അത് വന്നിട്ട് അത് ആദ്യം എടുക്കുന്നത് ഐശ്വര്യ. ആ ഷോട്ട് ഫസ്റ്റ് ഐശ്വര്യ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഞങ്ങൾ റെയ്ഡിന് വരുന്നു. സ്റ്റഡി ക്യാമൊക്കെയാണെന്ന്. സ്റ്റഡി ക്യാം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാണാൻ കിട്ടാത്ത സാധനമാണെന്ന്. അപ്പോൾ സ്റ്റഡി ക്യാം ഷോട്ട് ജോഷി സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ ഒറ്റ ഷോട്ടാണ്, ചെറുപറയെന്ന് ഡയലോഗ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ വയറ് നിറച്ച് ഡയലോഗ് കിട്ടിയ സന്തോഷമുണ്ട്. പക്ഷെ ഇത് പറയാൻ പറ്റണ്ടേ? ഈ ഗ്രഹിണി പിടിച്ച കൊച്ചിന് മറ്റേ ഭക്ഷണം കൊണ്ടേ കൊടുത്ത അവസ്ഥയായി. 1 ടേക്ക് 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് 5 ടേക്ക് ഉച്ചവരെയായി. അത് നമ്മൾ ജോഷി സാർ എടാ ഒന്നുകൂടി പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ലാലേട്ടൻ വന്നപ്പോഴേക്കും അത് നിർത്തി. ഓക്കെ മതി 10 ടേക്കാട്ടെ. ഞാൻ എൻ്റെ ദൈവം, ഞാൻ റൂമിൽ പോയിട്ട് ഞാൻ കവിതയിൽ താമസിച്ചു. ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചീത്ത പറഞ്ഞു, നീ പിന്നെ എന്ത് ഒരു സാധനം ഇട്ട് നിനക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. എനിക്കൊന്നും ഉറങ്ങിയില്ല. പക്ഷെ ഞാൻ രാത്രി ഇത് വീണ്ടും അങ്ങോട്ടൊക്കെ നടന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി, വെറുതെ ഇനി അങ്ങനെ ഒരു പടത്തിന് ഉപയോഗിക്കണമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ ജോഷി സാർ ഒന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞാലോ. കാലത്ത് ചെന്നപ്പോൾ തന്നെ ജോഷി സാർ എടാ റെഡിയല്ലേ, നമുക്ക് മറ്റേ ഇന്നലത്തെ ഒന്നുകൂടി എടുക്കാം. അമ്മേ ഞാൻ അങ്ങോട്ട് ഒരു അങ്ങോട്ട് പൊളിച്ച് അനീഫക്ക എന്നെ കൊണ്ടുവന്ന ആളാണല്ലോ, കലക്കി. അതാണ് ആ പടത്തിൽ ഉപയോഗിച്ചേക്കണത്. അങ്ങനെ അതിനകത്ത് നിറച്ച് കുറേ ആളുകളും വലിയ സീനായിരുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ വിളിക്കുകയാണ്. മദ്രാസിലാണെന്ന് ഡബ്ബിങ്ങൊക്കെ. രഞ്ജിയേട്ടനാണ് ഇരിക്കണത്, രഞ്ജി പണിക്കരേട്ടനാണ് ഇരിക്കണത്. അപ്പോൾ എടാ അങ്ങനെയല്ലടാ, അത് ഞാനിരുന്ന് പറഞ്ഞു നീ അങ്ങനെയല്ല ചെയ്യേണ്ടത് അതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ജോഷി സാറിൻ്റെ കുക്ക് പോയി അവിടെ നിന്ന്. കുക്ക് പോയി. അപ്പം ഞാൻ കുക്കിംഗ് ഏറ്റെടുത്തു. ഞാൻ ജോഷി സാറിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ജോഷി സാർ ഇത് ആരെന്ന് ഉണ്ടാക്കിയത്? ബാബർ. കൊള്ളാം, അവനെ പിടിച്ചെടുത്തു, ഒരാഴ്ച അവിടെ നിൽക്കട്ടെ അവൻ. അപ്പം ഞാൻ കുക്കിംഗ് വിത്ത് ഡയലോഗ്, കുക്കിംഗ് ഗ്യാപ്പിൽ പോയി ഡയലോഗ് പറയും. അങ്ങനെയാണ് ആ പടം ഫുള്ള് ഞാൻ ഡബ് ചെയ്തത്. എത്ര ദിവസം കുക്ക് ചെയ്തിട്ടാണ് ഡയലോഗ്? 10 ദിവസം കൊണ്ടായിട്ടാണ് അത് പറഞ്ഞു തീർത്തത്. ഞാൻ നാളെ രഞ്ജി പണിക്കരേട്ടൻ്റെ അടുത്ത് നമ്മുടെ ഈ പടത്തിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞ് ചിരിക്കായിരുന്നു. പിന്നെ എനിക്ക് അതിനകത്ത് പറഞ്ഞതിലും കൂടുതൽ പൈസ തന്നു.
അപ്പം എനിക്ക് ആദ്യം പൈസ തന്നിട്ട് പിന്നെ പോരാൻ ഏതിനകത്ത് നേരത്ത് പ്രജയില്? പ്രജയിൽ ആ, ഓക്കെ. മറ്റേലൊന്നും പൈസ ഇല്ലല്ലോ. അപ്പം ഞാനത് കഴിഞ്ഞ് പോരാൻ നേരത്ത് രഞ്ജേട്ടൻ ഒരു 25,000 ചെക്കും കൂടി എൻ്റെ അടുത്ത് തന്നു. അപ്പം നമ്മൾ രഞ്ജേട്ടൻ ഇത് എനിക്ക് പൈസ തന്നതാണ്, അതിരിക്കട്ടാ അത് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ആ പടത്തിന് ഇരട്ടി ശമ്പളം വരുന്നു. പക്ഷെ ഞാൻ ഈ ശമ്പളം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ 94 തുടങ്ങിയെങ്കിലും ആദ്യമായിട്ട് എനിക്ക് ശമ്പളം കിട്ടുന്നത് ഏകദേശം 8-10 പടങ്ങൾ കഴിഞ്ഞിട്ടാണ്. കല്ലൂർ ശശി എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോള്, കല്ലൂർ ശശി ചേട്ടൻ ഒരു ദിവസം, അന്ന് ഞാൻ ലോ കോളേജ് പഠിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് വൈകിട്ട്, അപ്പോൾ നമ്മൾ ഇടി കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈകിട്ട് സ്വന്തം ഡ്രസ്സ് ഇട്ട് വരുന്ന ഇടി കൊള്ളുന്നു. സ്വന്തം ഡ്രസ്സൊക്കെ ഇട്ടേ വരുള്ളൂ, കാരണം അവർ തന്നെ ഡ്രസ്സിന് എനിക്ക് അത്ര ഒരു അതൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ സ്വന്തം ഡ്രസ്സിൽ വരുന്നു, ഇടി കൊള്ളുന്നു, പൊടിയൊക്കെ തൂത്തിളഞ്ഞ് നമ്മൾ ഓക്കെ പോകുന്നു. അതിൻ്റെ പറയാനൊന്നും നിൽക്കില്ല. അല്ലെങ്കിലും ഈ ഗുണ്ടകൾക്കും ഡ്രസ്സ് അവർ പ്രൊവൈഡ് ചെയ്യാറ്. പിന്നെ ഒരുപാട്, പക്ഷെ അതൊക്കെ ഭയങ്കര ലൂസായിട്ട് ഞാൻ അന്ന് മുതൽ അതിലൊക്കെ കുറച്ച് ഞാൻ എൻ്റെ സ്വന്തം AC കാറിൽ ചെന്ന്, അന്ന് കാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവസരം കിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഫോർഷോ റോഡിലായിരിക്കും ഷൂട്ട്. അപ്പം ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് BTHൻ്റെ അവിടെ ഇടും. എന്നിട്ട് അവിടെ നടന്ന് വന്നിട്ട് ഇടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തിരിച്ച് വണ്ടി എടുത്തിട്ട് പോകുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞു, ബാബു ഒന്ന് വൈകിട്ടൊന്ന് കാണണോട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകിട്ടൊന്ന് കവിത ചെന്നപ്പോൾ അദ്ദേഹം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കവർ എടുത്ത് തന്നു, എന്നാ എന്ന് പറഞ്ഞു. അവനെന്താ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് 3,000 രൂപയുണ്ട്, അതാണ് ആദ്യത്തെ ശമ്പളം. പീറ്റർ സ്കോട്ട് എന്ന് പറഞ്ഞ പടം, ബാബു തന്നെയുടെ. പിന്നെ എനിക്ക് ശമ്പളം കിട്ടിയത് കടപ്പുറം ബാബു തന്നെയുടെ 5,000 രൂപ. അന്ന് ബാബു തന്നെയുടെ സീരിയൽ ഉള്ള ആൾക്കാരല്ലേ നമ്മൾ. പിന്നെ രാപ്പകൽ എന്ന് പറഞ്ഞ പടത്തിനാണ് 25,000 രൂപ ശമ്പളം. മമ്മൂക്കട, നയൻതാര. ഒരു വലിയ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീട്ടിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി എടാ നിനക്ക് ഒരു 5 പൈസ കൂലി കിട്ടാത്തൊരു പണിക്ക് എന്തിനാണ് പോണേന്ന് അതുകൊണ്ട് കാര്യമില്ല. അതിനേക്കാളും രസം ഞാൻ പ്രാക്ടീസ് ചെയ്തത് TV പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലീഡിങ് ക്രിമിനൽ ലോയർ ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും ലീഡിങ് ആയിട്ട് ക്രിമിനൽ ലോയർ. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ കേസൊക്കെ നല്ല മനോഹരമായിട്ടൊക്കെ പഠിച്ച് അപ്പോൾ വാദിക്കാൻ വേണ്ടിയൊക്കെ പോകാൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നോട്ട്സൊക്കെ എഴുതിയേക്കുമ്പോഴായിരിക്കും എവിടെ നിന്നെങ്കിലും ഒരു വിളി വന്നത്. മറ്റേ പടത്തിനകത്തൊരു 2 ദിവസം ക്യാരക്ടറൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവില്ല വിളി വരും. ഞാൻ അപ്പം തന്നെ ആ പരിപാടിക്ക് പോയിട്ടിട്ട് എന്നിട്ട് സാർ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് വരും. സാറ് പറയും വണ്ടിയൊക്കെ ഇട്ടു ഇവിടെ കയറാ വണ്ടിയിലെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു ക്രേസായിരുന്നു, ആക്ടിങ് ക്രേസ് ആയിരുന്നു. സിനിമ. അപ്പോൾ ഇനി ലിറ്റിൽ ഹാർട്സിലേക്ക് വരൂ. ലിറ്റിൽ ഹാർട്സിൽ താങ്കൾ അപ്പനും ഷെയ്ൻ മകനുമാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷെയ്നിനെ ആണെങ്കിലും നമ്മൾ ഇതുവരെയും കാണാത്തൊരു ഫേസിലാണ് നമ്മൾ കാണുന്നത്. ഷെയ്നിൻ്റെയും കുറേ കോമഡികൾ, ഷെയ്നിൻ്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഷെയ്ൻ അല്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഷെയ്ൻ എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് അബി ഏറ്റവും വലിയൊരു ക്ലാസ് കോമഡിയുടെ ആളായിരുന്നു അന്നത്തെ. അപ്പോൾ എന്തായാലും ആ ഗുണങ്ങളില്ലാണ്ടിരിക്കില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം സ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾ രണ്ടൊരു ഒരു ക്യാരവൻ്റെ 2 ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾക്ക് സെൻട്രലിലൊരു ഡോറുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റുമായിട്ട് ഡയറക്ടറും റൈറ്ററും വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിനകത്തൊരു ഈഗോയില്ലാണ്ട് പോയ ഇതാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും അവരെഴുതിക്കൊണ്ട് വന്ന സ്ക്രിപ്റ്റിലല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ചിരി കിട്ടണം, ചിരി ഉണ്ടാവണം എന്നുള്ളത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം വർക്കൗട്ടായിട്ടുമുണ്ട് നന്നായിട്ട്. അതിനെ കണ്ടില്ല, അതിനകത്ത് വന്ന ഓട്ടോറിക്ഷ മുണ്ടഴിഞ്ഞ് പോകുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഭയങ്കര ചിരിയാണ് എല്ലാ തിയേറ്ററിലും. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാളിലെ തിയേറ്ററിലെ ചിരിയും അല്ലാത്ത തിയേറ്ററിലെ ചിരിയും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ലോക്കൽസ് വന്ന തിയേറ്ററിൽ ഭയങ്കര ചിരിയും മാളിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയൊരു അത്ര ഉണ്ടാവുള്ളൂ. ഇപ്പം അത് മാറിയിട്ട് ഇപ്പം അട്ടഹാസമാണ്. ഇപ്പം എല്ലായിടത്തും ഒരേ ശരിയാണ്. അത് വളരെ ഒരു നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എവിടെയൊക്കെ പ്രതീക്ഷിച്ചോ അവിടെ എല്ലാം നല്ല ചിരിയുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്നുള്ള ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ പുതിയൊരാൾ വന്നിട്ടുണ്ട് അതിനകത്ത്, പവർ ബായ് എന്ന് പറഞ്ഞിട്ട്. ആ പവർ ബായ് ബംഗാളി. ആ ബംഗാളിയോട് നിന്നൊക്കെ ബംഗാളി വെറുതെ ഡയലോഗ് പറയുമ്പോഴേക്കും ചിരിയാ. അരുൺ ആസ്തെറ്റിക് കുഞ്ഞമ്മ. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഷെയ്ൻ്റെ എനിക്ക് അതിനകത്ത് കുറേ എക്സ്പ്രഷൻസ്, അത് അയാളുടെ മാത്രമായ കുറേ എക്സ്പ്രഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ആ ഷൈൻ ഡോൺ ചാക്കോ ആയിട്ട് മറ്റേ മാൻഡ്രേക്കിൻ്റെ കുപ്പിയൊക്കെ വെച്ച് പറയുന്ന സ്ഥലത്തേക്കുള്ള കാര്യങ്ങളും. പിന്നെ മഹിമേനെ കുറിച്ചൊന്നും, മഹിമേനെ പോലെ ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു പെങ്കൊച്ച് നമ്മളിപ്പോൾ ഈ മാളിലൊക്കെ അങ്ങോട്ട് വിട്ടാൽ മതി, പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് വരണം മതി എന്ന് പറഞ്ഞിട്ട് കലബല. അപ്പോൾ മഹിമ ലാസ്റ്റ് 2 തിയേറ്ററിലേക്ക് പുള്ളിക്കാരത്തി എന്തോ ആവശ്യമായിട്ട് പോയപ്പോൾ ഞാൻ മഹിമ നീ പോയിട്ട് ഭയങ്കര മിസ്സിങ്, കാരണം തുടങ്ങാൻ ആളില്ല, ഇത് നമുക്ക് നിർത്തുന്നു പറഞ്ഞാൽ മതി മഹിമോട്. സിനിമ മാറിയതിനനുസരിച്ചല്ലേ ഏറ്റവും വലിയൊരു മാറ്റം വന്നേക്കുന്നത് പാട്ടിന്റെ കാര്യത്തിലാണ്. ഡ്യുവറ്റ് ഇല്ലാണ്ടായി, നായിക ഇല്ലാണ്ടായി. അപ്പൊ ഈ ഇടയ്ക്ക് അഞ്ജലി മേനോൻ പറഞ്ഞ പോലെ ആ ഒരു
ആ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ല അതൊക്കെ മാറി മാറി വരും. പരീക്ഷണങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഉം. ഇപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ശരിയല്ലേ, മഞ്ഞുമൽ ബോയ്സിൽ പെണ്ണുങ്ങളില്ല, ആവേശത്തിൽ പെണ്ണുങ്ങളില്ല. പക്ഷെ ആ പടമൊക്കെ പെണ്ണുങ്ങളാണ് ആവേശമായിട്ട് കാണുന്നത്. ഉം. അപ്പം അതങ്ങനെ മാറി 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 വരും. എന്താണ് ഇഷ്ടം അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സിനിമ ഭയങ്കര കോമ്പറ്റീഷനും വളരെ ചിലവുള്ളതുമായി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ കയറ്റാനായിട്ട് എന്ത് വേണം ചെയ്യുക. അത് തന്നെയല്ലേ ഇപ്പോൾ പിള്ളേരുടെ കഥകളല്ലേ ഉള്ളൂ. ഉം. 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 പിന്നെ അവർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നവരെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പിള്ളേരുടെ പടം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രൈസാണ്. കാരണം അവർ കുറേ പരീക്ഷണങ്ങൾ നടത്തും. ആ. ആ പരീക്ഷണങ്ങൾക്ക് നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഞാൻ ജോജി എന്നുള്ള പടം ഞാൻ പല സ്ഥലത്തും പറഞ്ഞ ചെയ്യാൻ പോയിട്ട് ഒരു 3 ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അതിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിച്ച ആളാണ്. കാരണം ഞാനതുവരെ പഠിച്ചിരിക്കുന്ന കാര്യം ഈ പറയുന്ന പോലെ ഫസ്റ്റ് ടേക്ക് ഇസ് ദ ബെസ്റ്റ് ടേക്ക് എന്നും ഒരു 3 ടേക്ക് കഴിഞ്ഞാൽ ഞാൻ മോശമാവുന്നൊക്കെ ഞാൻ സ്വയമായിട്ട് വിശ്വസിച്ച ആളാണ്. ഉം. 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 പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 15ാമത്തെ ടേക്കായാലും 20ാമത്തെ ടേക്കായാലും ഗംഭീരമായുള്ളത് ഗംഭീരമാവുന്നു. കാരണം അവരുടെ സ്കൂൾ അങ്ങനെയാണ്. പോത്തൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുറ്റം കൊണ്ടല്ല, ഉം. കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ പോത്തൻ അത് പുള്ളിക്ക് മതിയാകുന്നവരെ അല്ലെങ്കിൽ ശ്യാം പുഷ്കറിൻ്റെ ഓക്കെ ആകുന്നവരെ ഇത് എടുത്തുകൊണ്ടിരിക്കും. ഉം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ എന്നൊക്കെ ഫഹദ് വന്നിട്ട് ഫഹദ് ഇത് തന്നെ ചെയ്യുന്ന 15ാമത്തെ ഓക്കേന്ന് അപ്പം ഞാൻ മനസ്സിലായി, ഇത് വേറൊരു സ്കൂളാണ്. ആ. പിന്നെ ഞാനതുമായിട്ട് അങ്ങ് മെർജായി. മതിയായി. അതുപോലെ തന്നെ ഡയലോഗുകളിലും വ്യത്യാസം വന്നു. ഇപ്പൊ ഡയലോഗുകൾ ഒരുപാട് വ്യത്യാസം വന്നു. ഒരുപാട് പണ്ട് ഇപ്പൊ രഞ്ജി പണിക്കർ തന്നെ, രഞ്ജി പണിക്കർ ഇന്ന് അഭിനയിക്കുന്ന ഡയലോഗുകൾ, അദ്ദേഹം അഭിനയിക്കുന്ന ഡയലോഗുകളൊക്കെ എന്ത് സിമ്പിളാ. പക്ഷെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡയലോഗുകൾ അയ്യോ, അല്ല അത് ഓരോ ട്രെൻഡാണ്. അന്ന് രഞ്ജിയേട്ടൻ ഇപ്പം പ്രജയിലൊക്കെ സത്യം പറഞ്ഞാൽ ലാലേട്ടനൊക്കെ ഈ രഞ്ജി പണിയുടെ ഡയലോഗ് കൊണ്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ, 5 പേജ് 6 പേജൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഡയലോഗിന് കൗണ്ടർ നിൽക്കുന്ന ആൾക്ക് യെസ് എന്ന് പറയാൻ കിട്ടണേ. അത്ര നേരം നിൻ്റെ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് അത് ആ സമയത്ത് അത് വേണമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അത് മാറി. ഇപ്പം പിന്നെ അത് വേണ്ട. പിന്നെ അതുപോലെ ലിറിക്സും മാറിയില്ലേ. ഇപ്പോൾ പാട്ടിൻ്റെ തന്നെ നോക്കി, പണ്ട് കവിതകളായിരുന്നു. ഇന്നത് പറഞ്ഞിട്ട് നമ്മൾ വർത്താനം പറയണ പോലെ പാട്ടൊക്കെ. നീ എവിടെ പോകുന്നു, ഞാനൊന്നും പോകുന്നില്ല, അങ്ങനെയായി. കാരണം പിള്ളേർക്ക് തന്നെ ഈ മലയാളം ബി ഒന്നും പഠിക്കാതെയായി പിള്ളേര്. മനസ്സിലായില്ലേ? ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇത്രയും, അതായത് വെറുതെ സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര രസമാണല്ലോ, നമ്മൾ മണ്ണ് കപ്പണുണ്ടല്ലോ. ഇതൊക്കെ ഈ 2011 മുമ്പ് വരെ ആരും കണ്ടെത്താൻ. അയ്യോ, അത് കണ്ടെത്തേണ്ടവർ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രിയൻ സാറൊക്കെ എപ്പോഴും പറയും, ഇവന്മാർ കൂടി ഇരിക്കാൻ ഭയങ്കര രസമാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം ആ പടം ചെയ്യുമ്പോൾ ക്ലൈമാക്സ് മൊത്തം പുഴയിലാണ്. അപ്പോൾ ഞങ്ങൾ ഗുണ്ടകളൊക്കെ വെള്ളത്തിൽ കിടക്കുക. അബൂ സലീം, ബൈജു, ഞാൻ, പിന്നെ ശ്രീരാമൻ ചേട്ടൻ കാലത്ത് വന്ന് വെള്ളത്തിൽ കിടക്കല, എപ്പോഴെങ്കിലും ഒരു ഷോട്ട് എടുക്കും. അപ്പം ഞങ്ങളിങ്ങനെ വെള്ളത്തിനടി കൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും എല്ലാവരും പേടിക്കും, എല്ലാവരും ചാടും. അപ്പം ഇത് മൊത്തം ടെലി ഇട്ടിട്ട് പ്രിയൻ സാറ്, ലാലേട്ടൻ ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നോക്കി ഗുണ്ടകൾ കളിക്കുന്ന കളി കണ്ടാന്ന് പറഞ്ഞിട്ട് പിഞ്ചു ഹൃദയങ്ങൾ മരണ കളി വെള്ളത്തിൽ കിടന്നിട്ട് നിസ്സാരം പാമ്പ എന്ന് പറയുമ്പോഴേക്കും ബാക്കിലേക്ക് ചാടുക. ലിറ്റിൽ ഹാർട്സിലെ പല കാരണങ്ങൾ കൊണ്ട്, ഒന്ന് ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന ബിസ്ക്കറ്റിനോടുള്ള താങ്കളുടെ പ്രണയമാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. സത്യമാണോ? അല്ലല്ല, ഇയാൾ ഇവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് അയാൾ അങ്ങനെ, അതാണ് പുള്ളിയുടെ ലോകം. അപ്പൊ അങ്ങനെ കൊടുക്കുന്നൊരു സാധനമാണ് ലിറ്റിൽ ഹാർട്സ്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരുടെയും ഹൃദയം അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെ ചെറിയ പിഞ്ച് ഹൃദയങ്ങൾ. അത് മറ്റേ ക്ലൈമാക്സിൽ പറയുന്നുണ്ടല്ലോ, മറ്റേ എൻ്റെ പിഞ്ച് ഹൃദയത്തിൽ വെടിവെക്കാനായിട്ട് ഷെയ്ൻ പറയുന്നുണ്ടല്ലോ. അതുമല്ലേ, താങ്കൾ മിസ്റ്റർ പുഷ്പകണ്ഠമായിരുന്നു 3 വർഷം. ഓക്കെ, ജിമ്മനായിരുന്നു ആസ് യൂഷ്വൽ. താങ്കളുടെ ബോഡി ബിൽഡ് ചെയ്യുന്നു. നമ്മുടെ നിവിൻ പോളി ഒരു മൂവിയിൽ പറഞ്ഞ പോലെ മലയാളിക്ക് എന്തിനാണോ 6 പാക്ക്, അതിലൊരു മറുപടി കൊടുക്കൂ. മലയാളിക്ക് 6 പാക്കിൽ ഫാമിലി പാക്ക് ഉണ്ടാവാനായിരിക്കും പറയുന്നത്. പക്ഷെ എങ്കിലും ഇയാൾക്ക് ഏറ്റവും കൂടുതൽ ഇയാളാണല്ലോ പുഷ്പാണ്ടത്തെ ഇൻസ്റ്റാഗ്രാമിൽ നീലശ്ശേരിയുള്ള ഒരാള്, പേരിന്മേ മുകളിൽ നീലശ്ശേരിയുള്ള ആളാണ് അയാള്. മനസ്സിലായില്ലേ? അതാണ് നീലശ്ശേരി എന്നാ പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ആ സംഭവം. പിന്നെ അല്ല, ഞാൻ ഈ മായാമോഹനിൽ ഇതുപോലെ തന്നെയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മിസ്റ്റർ, അത് വേറെ എന്തോ സംഭവമായിരുന്നു. മറ്റേ മായാമോഹിനി സിനിമയിലും പറയുന്നുണ്ട്. ആ മായാമോഹിനി പറഞ്ഞപ്പോഴാണ്, മായാമോഹിനിൽ ഒരു പാട്ടുണ്ട്, അതെൻ്റെ ഒരു പ്രിയപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്തൊരു സിനിമയാണ്. അവിടെ ചെന്ന് ലൊക്കേഷൻ ചെന്നപ്പോൾ അറിയുന്ന കലാമാസ്റ്ററാണ്, ഡാൻസ് മാസ്റ്റർ. കാര്യം വാണിയുടെ വലിയ ഫ്രണ്ടൊക്കെ ആണെങ്കിലും
അപ്പോൾ ഞാൻ ബിജുവിനോട് പറഞ്ഞു, ബിജു ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ഒന്നും നോക്കാനല്ല നീ നമ്മളതാണ് പൊളിക്കുക അത്രേ ഉള്ളൂ, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ഉപദേശം കിട്ടി. ആ. ചെറുത് പറഞ്ഞ് അടിച്ചിട്ട് വന്നാൽ ഒരു പ്രശ്നമില്ല, പൊള്ളിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നാൽ ശരി അത് ചെയ്തേക്കാന്ന് വെച്ചിട്ട് പോയി ചെറുതൊക്കെ പറഞ്ഞ് അടിച്ചു വന്ന് സെറ്റായിട്ട് നിൽക്കുക. ആ. ഈ കലാമാസ്റ്റർ വന്നിട്ട് മരണമായ ഒരു സ്റ്റെപ്പ്. എനിക്ക് ഈ പാട്ട് ലിപ്പും വേണം സ്റ്റെപ്പും വേണം, അതിനിടയ്ക്ക് ഡ്രസ്സിട്ട് കറക്കണം. അയ്യോ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പ്രജയുടെ കാര്യം പറഞ്ഞ പോലെ ദൈവമേ പെട്ടുപോയല്ലോ എന്ന് വെച്ചിട്ട് ഉച്ചവരെ ആയപ്പോഴേക്കും മറ്റേൻ്റെ എഫക്റ്റ് പോയി. ആ. ഉച്ചയ്ക്ക് ശേഷമാണ് അത് മര്യാദയ്ക്ക് ചെയ്തത്. അവസാനം ഉപദേശങ്ങൾ കിട്ടിയിട്ടേ എന്നിട്ട് നമ്മളത് പൊളിച്ചാ നന്നായിട്ട് പിന്നെ ഒന്നും നോക്കാനില്ല, കിട്ടണ പോലെ അങ്ങോട്ട് തട്ടി. തട്ടി. പിന്നെ ബാക്കി എഡിറ്റർ നല്ല സാധനം എടുത്തിട്ടിരിക്കണേ, അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അതെ, താങ്കൾ ഇത്ര നല്ല പിഞ്ച് ഹൃദയവും നല്ല മനസ്സുള്ള മനുഷ്യൻ എടുത്തിരിക്കുന്ന ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം ഡാർക്കാണ്. ബ്ലാക്ക് ഡാലിയ, പിന്നെ മനുഷ്യമൃഗം, പിന്നെ വന്നിട്ട് ബ്ലാക്ക് കോഫി ഡാർക്ക് അല്ലെങ്കിൽ പോലും ബ്ലാക്ക് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് അതിന് ഡാർക്കിൽ പെടുത്താം. അബദ്ധവശം വന്നതാണ്. പക്ഷെ എനിക്ക് ഈ മിസ്റ്ററി ത്രില്ലറിൻ്റെ ആളാണ് ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലൊക്കെ പടം കാണണമെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകുന്ന ആളാണ്. എനിക്ക് ഈ കോമഡി ഒന്നും അതിനകത്ത് കാണാൻ ഇഷ്ടമല്ല. ഞാൻ ഈ കോമഡിയിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം വേറെ കാര്യം വെച്ചാൽ എൻ്റെ മകൾക്ക് ഞാൻ കോമഡിയാണ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പം എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ, സിനിമ കണ്ട് ചിരിക്കുമ്പോൾ അവൾ തന്നെ അടുത്ത ദിവസം വന്ന് പറഞ്ഞു, ബാബ ഇങ്ങനെ കോമഡി ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനല്ല, പിന്നെ ഞാൻ കുറേ നാളിങ്ങനെ കോമഡി ചെയ്തിട്ട് ഒന്ന് മാറി നിന്നേക്കാം, നമുക്കൊരു ഗ്യാപ്പ് വന്നാലല്ലേ നമുക്ക് ഒരിടത്തിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത് കൊണ്ട് പുതിയ പിള്ളേരൊക്കെ ചിലപ്പോൾ ഡയറക്ടർമാരൊക്കെ വരുമായിരിക്കും, ചേട്ടാ അത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട്. വാണി വിശ്വനാഥും അറിയപ്പെടുന്നത് ഒരു ആക്ഷൻ ഹീറോയിനും കൂടെ. വാണി ഇപ്പോൾ ഒരു പടം, ഇപ്പോൾ ആഷിഖ് കപൂറിൻ്റെ ഒരു പടം ചെയ്തു, മറ്റേ റൈഫിൾ ക്ലബ്ബ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇത് എനിക്ക് വെച്ച വേഷമാണത്, പിന്നെ അത് ഞാനന്ന് കണ്ണടച്ചുകൊണ്ട് നിനക്ക് കിട്ടിയതാണ്. കാരണം അത് അവരുടെ ഒരു വലിയൊരു ഇതാണല്ലോ. ആഷിഖ് ഡയറക്റ്റ് ചെയ്യുന്നു, ആഷിഖ് ക്യാമറ ചെയ്യുന്നു, പോത്തൻ അഭിനയിക്കുന്നു, ശ്യാം പുഷ്കർ എഴുതുന്നു, ദിലീഷ് നായർ കൂടെയുണ്ട്, സുഹാസ് കൂടെയുണ്ട്, വലിയൊരു ടീമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിലൊക്കെ കിട്ടാന്ന് പറഞ്ഞത് എൻ്റെ റെക്കമെൻഡേഷനാണ് ഇട്ടാന്നൊക്കെ ഉള്ള ധൈര്യത്തിലാണ് വിട്ടത്. പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി എനിക്ക് പടം കിട്ടുമെന്നാണ് എനിക്ക് സംശയം. അല്ല, ഇത് അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ കുട്ടി തിരിച്ചെങ്ങനെ റെസ്പോണ്ട് ചെയ്തു? ആക്ഷൻ രീതി. അല്ല, അപ്പോൾ അവള് പറഞ്ഞ സോൾട്ട് ആൻഡ് പെപ്പർ എനിക്ക് വെച്ചിരുന്ന വേഷമാണ്, അതാണ് എനിക്ക് തന്നത്. അതാണ് അവളുടെ കൗണ്ടർ.